ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല മഴയും ക്ലൈമറ്റ് വല്ലാണ്ട് ചേഞ്ച് ആവും. കാരണം ഒരു ഹാലോവീൻ കഴിഞ്ഞല്ലോ. ഇന്നലെ ഇവിടെ പിള്ളേർ രാത്രി മൊത്തം റോട്ടിലായിരുന്നു, ഭൂതപ്രേത പിശാചുക്കളുടെ വേഷത്തിൽ. അപ്പോൾ എൻ്റെ പിള്ളേരും പോയി അവരുടെ കൂടെ. കൂടുതൽ ഐറിഷ് പിള്ളേരാണ്. ഒരു വീടുകളിൽ വന്ന് ഭൂതപ്രേത പിശാചുക്കളായിട്ട് വന്ന് നമ്മളവർക്ക് കൈനീട്ടം എല്ലാം മിഠായിയും സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഓരോരുത്തർക്കും കൊടുക്കണം, വരുന്ന എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിറച്ച് വെക്കും കൊച്ചു കൊച്ചു മിഠായികൾ, വലിയ സംഭവമല്ല. അപ്പോൾ ഇവരും പോയി അവരും പോയി. അപ്പോൾ ഇത് സമാഹയനാണ്. സമായൻ എന്ന് പറയുന്ന പേഗൺ ഇതാണ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഈ സമാഹയൻ ടൈമിലാണ് ഉണക്കി സൂക്ഷിക്കുന്ന രീതികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ, തണുപ്പുള്ള രാജ്യങ്ങളിൽ ഒക്കെ വന്നത്. എന്ന് വെച്ചാൽ മാംസം ഉണക്കി സൂക്ഷിക്കുകയും തുകല് കൊണ്ട് എന്താ തുകൽ കുപ്പായങ്ങൾ, നമ്മൾ വൈക്കിംഗ് മാതിരിയുള്ള നെറ്റ്ഫ്ലിക്സ് സീരീസിലൊക്കെ കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ അന്നത്തെ ഇതിൽ കണ്ടാൽ അറിയാം. തുകലുണക്കി സൂക്ഷിക്കുക എന്ന് പറയുന്നത് തുകൽ ഉൽപ്പന്നങ്ങൾ അതൊരു വലിയ ഒരു ലൈഫിൻ്റെ വലിയൊരു ഭാഗമാണ്. പിന്നെ അത് ഡിസൈനർ തുകൽ ഉൽപ്പന്നങ്ങളായി, തുകൽ പോലെ തന്നെയുള്ളത് പല സിന്തറ്റിക് തുകലുകൾ പല രീതിയിലുള്ളതൊക്കെ ആയി. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു സീസൺ വരും. നല്ല പോലെ മഴ വന്നിട്ടേ എന്താ പറയാ, മഴയല്ല, കാറ്റ്, ഈ വിൻഡ് ഗസ്റ്റ് നമ്മുടെ രാജ്യത്തെ മാതിരിയല്ല. ഭയങ്കര വിൻഡ് ഗസ്റ്റ്, നമ്മൾ തെറിച്ചു പോകും. യു കെയിലുള്ളവർക്ക് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. അപ്പൊ അധികം ഓടിക്കാൻ പറ്റില്ല ആ ഒരു സമയമാകുമ്പോൾ. പിന്നെ അതിനു മുമ്പ് ഞാൻ പോവും ഓസ്ട്രേലിയക്ക്. അവിടെ 2-3 സ്ഥലത്ത് എനിക്ക് ആയിട്ടുണ്ട്. ഒരു സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പാസ്പോർട്ടിന് വേണ്ടി നിന്ന് പിന്നെ അവസാനം അവരോട് മെയിൽ അയച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരോട് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും അപ്ലൈ ചെയ്താൽ മതി, റോസ്റ്റർ നമുക്ക്. പിന്നെ വേറെ 2 സ്ഥലത്ത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവണുള്ളൂ. കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഇനി പോകണം, അത്രേ ഉള്ളൂ. വണ്ടി ഒന്ന് ഷിപ്പ് ചെയ്യണം. ഞാൻ ഒരുപാട് നാളായി ഈ വഴിക്ക് വന്നിട്ട്. സ്ഥിരം പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു കാർ, വോൾവോ കാർ ഉണ്ടായിരുന്നപ്പോ അതിലും, പിന്നെ ഞാൻ ടിഗോയ വന്നപ്പോ ഒന്നുകൂടി സൗകര്യമായാലും. ഞാൻ പറഞ്ഞില്ല, അതൊരു വേഗൺ ഹിസ്റ്റോറിക് ചരിത്രമുള്ള ഒരു ലേക്കാണെന്ന്, ഒരു ആൻസെസ്ട്രൽ ഫോറസ്റ്റ്. ഇപ്പൊ ആ ഫോറസ്റ്റ് അവര് ഡീഫോറസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഹൗസിംഗ് ക്രൈസിസ് കാരണമായിരിക്കും, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും വലിയ ടൗൺഷിപ്പ് വരും എങ്ങനെയെങ്കിലും. അപ്പൊ ആ ലേക്കിന്റെ അവിടെ രാത്രി പോയി കിടന്ന് ഉറങ്ങാന്നുള്ള ശീലായിരുന്നു. എന്നിട്ട് കുറെ വീഡിയോകൾ ആ ലേക്കിൽ പകലും രാത്രി പോയി കിടന്ന് ഉറങ്ങിയിട്ടാ. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലം അവിടെ സ്കിഡായനെ ഈ കിടക്കുന്ന സാധനം വെള്ളം മാതിരി. അങ്ങനെയൊക്കെ എടുക്കാൻ കുറെ പോയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മള് ഈ നാട്ടില് യക്ഷിണി എന്ന് വിളിക്കുന്ന ഒരു തത്വം, അതിന് പല രാജ്യങ്ങളിലും പല പേരുകളോടെയും ഒക്കെ എല്ലായിടത്തും പ്രാക്ടീസ് ഉള്ളതാണ്. ഇതൊരു ഫെയർ റിപ്പോർട്ടാണ്. അപ്പോ അവിടെ അങ്ങനെ ഒരുപാട് കിടന്നിട്ടുണ്ടെന്ന് പറയാണ്. കുറെ നാളായിട്ട് അവിടെ പോയിട്ടില്ലായിരുന്നു. ഇന്നിപ്പോ അങ്ങോട്ട് ഒന്ന് പോവാൻ പറ്റിയ, വലിയ മഴ വന്നില്ലെങ്കിൽ പോണം. റെക്കോർഡാവുണ്ടെന്ന് വിചാരിക്കും സൗണ്ട്.
ഭഗവതി. അങ്ങനെ ഇത് ട്വിസ്റ്റീസ് ആണ്, അത്യാവശ്യം നല്ല ട്വിസ്റ്റീസ്. നമ്മുടെ മലകയറുമ്പുള്ള വളവ് മാതിരിയല്ല, പക്ഷെ കോർണറിങ് പഠിക്കാനേ കുറച്ച് അത്യാവശ്യം സ്പീഡുള്ള ബൈക്കിന് നല്ലോണം കോർണറിങ് ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ വെറ്റ് ക്ലൈമറ്റ് ആണ് ഇവിടെ എപ്പോഴും, അത് ഡേഞ്ചർ ആവും. അതുതന്നെ കോർണറിങ് നല്ലോണം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതിൻ്റെ ഓരോ കാറ്റഗറി ലൈസൻസ് ഉണ്ട് ബൈക്കിന്, അതിന് ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു കൗണ്ടർ സ്റ്റിയറിംഗ് ഇല്ലേ, അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കൗണ്ടർ ചെയ്യാന്നുള്ളത്. ഇവിടെ ഒരു ബമ്പല്ല, അതിൻ്റെ ഒരു ഹമ്പ. എനിക്ക് കറക്റ്റ് അറിയാം. സ്പീഡ് കുറയ്ക്കും. ഞാൻ മടി പിടിച്ച് ഭയങ്കര മഴയും കാറ്റും തന്നെയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത മാതിരി, ഇങ്ങനെ ബൈക്ക് കൊണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഇന്നലെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു, 2 ഫ്രണ്ട്സിനോട് വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജയകൃഷ്ണൻ ഭായിയുടെ വീഡിയോ ഫേസ്ബുക്കിലുണ്ട്, ലൈവ് വണ്ടി കൊണ്ട് പോണത്, റൈറ്റ് സൈഡിലുള്ള ഡ്രൈവിങ് കാനഡയില്. അതൊക്കെ ഉണ്ട്. രാത്രി ഉറങ്ങി ഇങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോ വെതർ നോക്കിയപ്പോ അത്ര വലിയ മഴയും കാറ്റും ഉണ്ടാവില്ല എന്നുണ്ടോ, ഒരു ഉക്രാടം തോന്നി. കുറെ നാളായി ലേക്കിൽ പോയിട്ട്. റോഡ് സ്ലിപ്പറി ആയിട്ട് എടുക്കുക, കോർണർ ചെയ്യുമ്പോൾ സൂക്ഷിക്കും. മഴ ചാറാൻ തുടങ്ങി. അയ്യോ, ഐസ് മഴ മറ്റേ ഐസ് മഴയില്ലേ, മഴ ഐസായിട്ട് ഇങ്ങനെ ചെറലായിട്ട് വീണു. ആ സാധന
ഐസ് മഴ ഹെഡ് റോഡിന്റെ സിറ്റുവേഷൻ ഒന്ന് മെഷർ ചെയ്യണം. എന്നിട്ട് വലിയ അഭ്യാസം കാണിക്കാൻ പാടില്ല. വണ്ടി കടന്നു പോട്ടെ, സൈഡിൽ ഒതുക്കാം, ജസ്റ്റ് റോഡൊന്ന് മോണിറ്റർ ചെയ്യാം. ഐസ് നല്ല സ്ലിപ്പറി ആവുക. സൈക്ലിസ്റ്റുകളെ അവരും വരിക വഴിക്ക്. ഹെൽമെറ്റ് ക്ലീൻ ആക്കാൻ നോക്കിയതാ. കാറ്റ് തുടങ്ങി. ഇതാണ് വിൻഡ് ഗസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഫും ഒന്നൊറ്റ അടി അടിക്കും. ഇനി ഇത് സിവിയർ ആയിക്കൊണ്ടിരിക്കും.
ഇതാണ് ടേണ്. ഡയറക്റ്റ് അങ്ങ് പോയാൽ ബലീന എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലം. ഇത് ലേക്കിലേക്ക് പോണ വഴി. ആ ലേക്കിലേക്ക് പോണ വഴിയല്ല, ഞാൻ പോറുള്ള ഏരിയയിലേക്ക് പോണ വഴി. ലേക്ക് സോ ഹ്യൂജ്, വാച്ച്. ആ മരങ്ങള് വെട്ടി ഇവിടെ ഹൗസിങ്ങിന്റെ പ്രോജക്റ്റ് തുടങ്ങി. കുറച്ച് നാളായിട്ട് അത് സംഭവിക്കാനിരിക്കുകയായിരുന്നു. മൊത്തം കാട് വെളുപ്പിക്കാൻ പോണ്. കാരണം അയർലൻഡിൽ ഓൾറെഡി ഹൗസിംഗ് ക്രൈസിസും ഇഷ്യൂസും നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടല്ലോ, ഓരോരോ പ്രശ്നങ്ങൾ. ഇപ്പം എത്രയും പെട്ടെന്ന് പുതിയ പുതിയ വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ. ഇവിടെ വെള്ളം കയറിയൊക്കെ ആയിരിക്കും, ഇവിടെ ഇറങ്ങണ്ട, അപ്പം പോയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ലെവലിലെത്തിയിട്ട് പഴയ കാടുകൾ വരെ ഇപ്പോൾ വെട്ടുന്ന, അല്ലെങ്കിൽ ചെറിയ രാജ്യമല്ലേ, ഞാൻ പറഞ്ഞില്ലേ, അതൊരു സാഡ് ചിന്തിക്കുമ്പോൾ. നല്ല കാറ്റ് വരാൻ പോകുന്നുണ്ട്, മഴയും. ഞാനിനി പോയിട്ട് ഹോസ്റ്റലിലേക്ക് പോയിട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ എങ്ങനെയാലും പോയി കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിയാതെ ഒന്നും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഓ, വളരെ പ്രക്ഷുബ്ധമാണ് ലേക്ക്. ഇതുവരെ ഞാൻ ഇങ്ങനെ ലേക്കിനെ കണ്ടിട്ടില്ല. ആവറുണ്ടാവും കേട്ടോ, ഞാൻ വരുമ്പോൾ അങ്ങനത്തെ സീസൺ നോക്കിയല്ലേ വരാറ്. അരണ്ടകൾ, 2 അരണ്ട, കൊച്ചു താറാവിൻ്റെ പോലെയുള്ള ഇതുണ്ടല്ലോ, അതാണ് അരണ്ട. കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. നല്ല കാറ്റായി. വീഡിയോ ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ ഹെൽമെറ്റ് എടുത്തിട്ട് ക്ലോസ് ചെയ്യാം. ഹെൽമെറ്റ് പൊക്കി വെച്ചിട്ട്